ഞാൻ പെന്തക്കോസ്ത വിശ്വാസത്തിൽ വന്നിട്ട് 55 കൊല്ലം കഴിയും. യാക്കോബായ സഭയിൽ നിന്നാണ് ഞാൻ പെന്തക്കോസ്ത വിശ്വാസത്തിൽ വന്നത്. ഈ 55 വർഷത്തെ അനുഭവത്തിൽ 40 വർഷം ശുശ്രൂഷയിലായി. 14 വർഷം കടൽ ജീവിതത്തിലായിരുന്നു. ഞാൻ ഇന്ത്യൻ മർച്ചന്റ് നേവിയിലായിരുന്നു. അങ്ങനെ ഈ ലോകം മുഴുവന് കറങ്ങാനും കാണാനും ഒക്കെ അനേക വർഷങ്ങൾ സാധിച്ചു. 40 പരം വർഷങ്ങൾ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ 55 വർഷങ്ങൾ കഴിഞ്ഞു. വേലയിലായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ ആയിരിക്കുന്നു. ഒരു കാര്യം, ഈ ഭൂലോകത്തെ ഞാൻ 5 പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട്. ഈ ഗ്ലോബിനെ, ഈ ഭൂഗോളത്തെ 5 പ്രാവശ്യം ഞാൻ കറങ്ങിയിട്ടുണ്ട്. 1954 ഞാൻ വെളിയിൽ പോയത്. ഇന്നേക്ക് 55 വർഷം മുമ്പ് ബോംബെയിൽ നിന്ന് ഞാൻ ഷിപ്പിൽ ജോലിക്ക് പോയത്. അന്ന് ഇന്ത്യയില് ഒരു വാച്ച് ഉണ്ടാക്കുന്നില്ല. അന്ന് ഇന്ത്യയിൽ ഒരു ചപ്പൽ, റബ്ബർ ചപ്പലില്ല. ഇന്ത്യയിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇല്ല, ഒരു മിക്സി ഇല്ല. ഇന്ന് കാണുന്ന യാതൊരു ആധുനിക സൗകര്യവും 55 വർഷം മുമ്പ് ഇല്ലെന്നുള്ളത് എനിക്ക് ഓർമ്മയാണ്. വെളിയിൽ നിന്നാണ് പലതും കൊണ്ട് എൻ്റെ ഭാര്യയെ ഞാൻ കാണിച്ചത്, ഒരു ആപ്പിള് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് ജോലിക്ക് പോയതെങ്കിലും ലോകം മുഴുവൻ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അതിതാണ്, ക്രിസ്തുമാർഗം എവിടെയെല്ലാം പ്രചരിച്ചോ, യേശു ക്രിസ്തുവിനെ എവിടെയെല്ലാം പ്രസംഗിച്ചോ അവിടെയെല്ലാം അഭിവൃദ്ധിയാണ്. ഇന്ന് ഭൂഗോളം 5 ഭൂഗോളത്തെ നിങ്ങളുടെ മുഴുവന്റെയും ആധിപത്യം ആ രാജ്യങ്ങൾക്കാണ്. അമേരിക്കയിൽ ഞാൻ ആദ്യം 55 വർഷം മുമ്പാണ് പോയത്. അത് ആ രാജ്യങ്ങൾ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. കാരണം നമ്മളൊരു ദരിദ്ര രാജ്യത്തിൽ നിന്നാണ് ചെന്നത്. അപ്പോൾ കർത്താവിനെ സേവിക്കുന്ന ജനത്തിന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ ബ്ലെസ്സിങ്. പുതിയ നിയമം ധനിയനാകാനായിട്ട് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നില്ല. എന്നാൽ ധനിയന്മാരായിപ്പോയിരുന്നു എന്നുള്ളത് സത്യം. അത് നമ്മളെ എൻകറേജ് ചെയ്യുന്നില്ല. പുഴുവും തുരുമ്പും കിടക്കുന്ന ഈ ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ യേശു പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ യേശു അപ്പോൾ തന്നെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ വസിക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പൊ ഈ ലോകത്തിൽ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു സാധനമായി ബൈ പ്രൊഡക്റ്റ് എന്ന പോലെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞോ അറിയാതെയോ അവൻ ഉയരും. ബൈബിളിനെ എവിടെയെല്ലാം ഉയർത്തിയിട്ടുണ്ടോ, ബൈബിളിനെ ഏതെല്ലാം കുടുംബങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ, ആ കുടുംബങ്ങളെല്ലാം ഉയർത്തപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ബൈബിളെന്ന് ഞാൻ പറയുന്നത് വെറുതെ ബൈബിൾ വെച്ച കാര്യമല്ല. സുവിശേഷം എവിടെയെല്ലാം കടന്നിരുന്നോ അവിടെയെല്ലാം ചലിക്കുന്ന പ്രാണികളുണ്ടായി. ഭാരതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത് മിഷണറി പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അവ കർത്താവായ യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, അത് ഉള്ളിൽ കിട്ടിയവൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. അതതിന്റെ പ്രതിഫലമാണ്. കർത്താവിന്റെ ദാസനെ കൊണ്ട് ഫിദ്രായിലായിരുന്നപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ സഹോദരന്മാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്തു. പണ്ട് ഒരു വലിയ ബിൽഡിംഗ്, ഒരു വലിയ ധനികനായ മനുഷ്യൻ, ബിൽഡിംഗ് കോൺട്രാക്ടർ, ഒരുപാട് പണം ഉണ്ടാക്കി. തന്റെ കൂടെ പ്രവർത്തിച്ച വിശ്വസ്തനായ എന്ന് തോന്നിയ ഒരു മനുഷ്യനുണ്ട്. അവനോട് പറഞ്ഞു, നീ അവസാനമായി എനിക്കൊരു നല്ല പെര പണിത് തരണമെന്ന് പറഞ്ഞു. ഒരു നല്ല പെര നീ എനിക്ക് പണിത് തരണമെന്ന് പറഞ്ഞു. കാരണം ഇവൻ റിട്ടയർ ചെയ്യാൻ പോവുക. പക്ഷേ ഈ മനുഷ്യൻ ആ പെര മുഴുവൻ മോശമായിട്ട് പണിത് പൂശി ചായ മടിച്ചു. അവനിത് നല്ല ഹോളായിട്ട് കണക്കാക്കി. അപ്പോൾ
വീടെല്ലാം പണിത് വളരെ ചീപ്പായ മെറ്റീരിയൽസ് ഇട്ട് പണിതു. ചായം അടിച്ച് എല്ലാം ക്ലീനാക്കി താക്കോൽ കൊണ്ട് ഈ വലിയ മുതലാളിയുടെ കയ്യിൽ, ധനിയനായ അതിന്റെ യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വീട് നിനക്കുള്ളതാന്ന് പറഞ്ഞു. ഇതെനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ഞാൻ പണിതെന്ന് പറഞ്ഞു. അന്നേരമാണ് കളിച്ചു പോയതെന്നോ. ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത് അനേക ക്രിസ്ത്യാനികൾക്കും പറ്റാൻ പോകുന്ന ഇതാണ്. ദൈവത്തെ കളിപ്പിക്കും, തിരിച്ചു കിട്ടുന്നത് നിനക്ക് തന്നെയായി. ഈ വീട് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീ എടുത്തോളാൻ പറഞ്ഞു. ഇവൻ മരത്തിൽ പോയി. ഇവനോർത്തയോ അതിൽ 10 ഇരട്ടിയൂടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിവനായി. നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെയ്യുന്നത് നമുക്കല്ല, കർത്താവിനല്ല, നമുക്കാണ്. വയലിലേക്ക് വിത്ത് വിതറുന്നത് വയലിനല്ല, നിനക്ക് വേണ്ടിയാ. ആ വിത്ത് നിനക്ക് തിരിച്ചു വരിക ഭക്ഷണമായിട്ട്. അല്ല, കണ്ടമെടുക്കുന്നില്ല. നിന്റെ വയലിൽ നിന്റെ വിത്ത് എടുക്കുന്നില്ല. നീ ഇടുന്ന സ്വോത്രയാഴ്ച ദൈവം തമ്പുരാൻ കൊണ്ടുപോകുന്നില്ല. നീ പാസ്റ്റർക്ക് കൊടുത്തത് ദൈവം തമ്പുരാൻ കൊണ്ടുപോയില്ല, പാസ്റ്റർ കൊണ്ടുപോയില്ല. അത് നിനക്ക് തന്നെ തിരിച്ചു വരും. ഉടുപ്പി നിങ്ങൾക്ക്. അതാണ് എന്റെ പ്രിൻസിപ്പിൾ. കർത്താവ് പറഞ്ഞതാണ്. അപ്പൊ നമ്മള് ഏത് അളവിനാൽ കൊടുക്കുന്നോ ആ അളവിനാൽ നമ്മളെ അനുഗ്രഹിപ്പാൻ കർത്താവ് മതിയായ ഒരു ദൈവമാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം. അദ്ദേഹം ഇവിടെ സാക്ഷി പറഞ്ഞിരുന്നു, എന്റെ ഹൃദയത്തിൽ കയറിയില്ലെന്നത് മതി. അയ്യോ, ഹൃദയത്തിൽ കയറിപ്പോയ കുഴഞ്ഞത് തന്നെയാണ്. കാരണം ഇതല്ല എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയെന്നൊന്നും ഭരിക്കരുത്. ഞാൻ ഇപ്പോൾ എല്ലാത്തിനും ഒരു സന്ദർഭം ഉണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിന് നീളങ്ങൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി, എന്റെ കയ്യിലില്ല, ദൈവം തന്നു. അപ്പോൾ നല്ല വീടുണ്ടാക്കുമ്പോഴും നീ ഭക്ഷിക്കുമ്പോഴും നിന്റെ മക്കൾ നന്നായിരിക്കുമ്പോഴും നീ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അതിനായി സ്തോത്ര പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, ഈ എല്ലാ വീടുകളിലും ഒരു സ്തോത്ര പ്രാർത്ഥന. നിന്റെ വീട് കൊച്ചാണെങ്കിൽ അതിനകത്ത് കൂടുതൽ സ്തോത്ര പ്രാർത്ഥന നടത്താൻ വലിയ വീടുണ്ടാവും. പാസ്റ്റർ കെ എബ്രഹാം 45 വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. അന്ന് കോട്ടയത്തെ സുവിശേഷ പ്രസംഗത്തിന് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരെയും സാറിനെയും കൂടെ താമസിക്കാനുള്ള അക്കോമഡേഷൻ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. കൊച്ചു വീടാണ്. പക്ഷേ അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. 5 ദിവസം ഉണ്ണുണ്ണി സാർ പ്രസംഗിച്ചു. പോകാൻ നേരത്തെ എന്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞു, കൊച്ചു സഹോദര, ഭക്ഷണമൊക്കെ തന്നു, ഞങ്ങൾ ശുശ്രൂഷിച്ചു, പക്ഷേ നിങ്ങൾക്ക് വീടില്ലല്ലോ, ഞാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഉണ്ണുണ്ണി സാറ് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു, ഇവർക്കൊരു വീട് കൊടുക്കണോ. ആ പ്രാർത്ഥന കഴിക്കോലെ തട്ടാതെ മോളിൽ ചെന്നു. എനിക്ക് 5 മക്കളാ ഉള്ളത്. 5 പേരും എൻ്റെ കൂടെ ഇല്ല. എനിക്ക് 5 സഹോദരന്മാരാണ്, അവരും എൻ്റെ കൂടെ ഇല്ല. ഞങ്ങൾ ഇന്ന് 10-20 പേര് തന്നെ ഉണ്ട്. ഇവർക്കെല്ലാം കൂടെ കൊടുത്തിരിക്കുന്ന പേരെയും വീടും എത്രയാ? കുനിഞ്ഞു കയറുന്ന വീട്ടിൽ നിന്ന് ദൈവം തരും. ഈ പെരിയൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ തറയില് ഒരു 4 യോഗം ചെയ്യും. നിന്റെ നിശ്ചയം ദൈവം അവിടെ അനുഗ്രഹിക്കും. അപ്പൊ പറയും, കാപ്പി കൊടുക്കാൻ നിവൃത്തിയില്ല, ഇവിടെ പ്രാർത്ഥന വെക്കാൻ സൗകര്യമില്ല, അതിലൂടെ നീ മുടിയേക്ക്. 4 ദിവസം നീ പ്രാർത്ഥന കഴിയും. അവിടെ ആ തറ പായിലിട്ടോണ്ട് നീ പ്രാർത്ഥിച്ചേ, അവിടെ വ്യത്യാസം ഉണ്ടാവും. ഒരു കുറെ സ്വതന്ത്ര പ്രാർത്ഥന കഴിയും, കട്ടക്കാരനാണെങ്കിലും കൂടെ ദൈവം നിനക്ക് വലിയ അനുഗ്രഹം പറയും. ഇവിടെ വന്നതിന് നന്ദി. ഞാൻ ചോദിക്കട്ടെ, നിത്യകൂടാരങ്ങളിൽ നമ്മൾ കാണും, ഇവിടുത്തെ കൂടാരത്തിൽ നമ്മൾ വന്നത് നന്ദി. പക്ഷേ നമുക്ക് വേറൊരു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ആഗ്രഹമുണ്ട്. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷെ സ്വർഗത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ചുരുക്കമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ചുരുക്കമേ ഉള്ളൂ. അതിന്റെ കാരണം ഞാൻ പറയാം. വരുവാനുള്ള ലോകത്തെ കുറിച്ചുള്ള വെളിപ്പാട് മനുഷ്യന് മുഴുവൻ കൊടുത്താൽ അവനിവിടെ താമസിക്കുക. ദൈവത്തിന്റെ ഉദ്ദേശം നടക്കുകയില്ല. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ
നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധി അത്യന്ത തേജസ്സിന് കാരണമായി തീരും. വരുവാനുള്ള ഒരു ലോകമുണ്ട്, അവിടെ നിങ്ങൾ കാണണേ. ഇവിടെ വന്നത് നന്നായി. അവിടെ നമ്മൾ ഒരുമിച്ച് ആ ബാങ്ക്വറ്റിൽ, ആ വലിയ വിരുന്നിൽ നമ്മൾ ഒരുമിച്ച് കാണും. കർത്താവിന്റെ സഹോദരൻ, ഇവിടെ എന്തെല്ലാം ഉണ്ടായാലും ഒക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം, അവിടെ നിങ്ങളില്ലായെങ്കിൽ അതേ ആത്മാവിനെ പണയപ്പെടുത്തി ലോകത്തെ നേടരുത്. കർത്താവിന്റെ സ്തോത്രം. ആത്മാവിനെ പണയപ്പെടുത്തി ലോകത്തെ നേടരുത്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവനെന്ത് പ്രയോജനം? രക്ഷിക്കപ്പെടുവാനുള്ള അവസരമാണ് ഇത്. രക്ഷിക്കപ്പെടുവാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകമായി സ്വീകരിക്കുക. അടുത്ത ദിവസം നാം കേൾക്കുന്ന മണി ആരുടെയാണ്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ല. ഒരു തീരുമാനത്തോടെ ഈ പ്രതിഷ്ഠാ ദിവസം നമുക്ക് കടന്നു പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിളിച്ചതിന് നന്ദി. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഓരോ ദിവസവും ഓടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.